അപ്പോസ്തലനായ പൗലോസിന് 14 ലേഖനങ്ങൾ പഠിക്കുമ്പോൾ 26 പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. 26 പ്രതികൂലങ്ങൾ. ആമേൻ. വിശപ്പും ദാഹവും കോലിനാളുടെ അടിയും 1 കുറേ 40 അടി 5 വട്ടം, പിന്നെ ദാഹം, അങ്ങനെ പലതും, അങ്ങനെ ജയിൽവാസങ്ങൾ എല്ലാം കൂട്ടി 26. ഇതെല്ലാം പോരാഞ്ഞ് കള്ള സഹോദരന്മാരുടെ ആപത്ത് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ശൂലം അഡീഷണൽ ആയിട്ട് വേറെ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ബാക്കിയെല്ലാം പോട്ടെ, ഒന്നും ഞാൻ ജയിലർ വേണ്ടെന്ന് പറഞ്ഞില്ല, അടി വേണ്ടെന്ന് പറഞ്ഞില്ല, ആ ശൂലം ഒന്ന് മാറ്റി തരണം. 3 വട്ടം അപേക്ഷിച്ചതാണ് 2 കൊരിന്ത്യർ 12 ചെന്ന് ചോദിച്ചാൽ ശൂലം ഒന്ന് മാറ്റി തരണം. കർത്താവ് മിണ്ടിയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനോട് ചെന്ന് ചില ശൂലം മാറ്റാൻ പറഞ്ഞാൽ കർത്താവ് മിണ്ടത്തില്ല. അതെന്താണെന്ന് നമുക്കൂടെ അറിയത്തില്ല. പൗലോസ് വീണ്ടും ചെന്നത്, കർത്താവേ ആ ശൂലം ഒന്ന് മാറ്റി തരണം. 3-ാം വട്ടം അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശൂലം മാറ്റാൻ പറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം. ഇന്ന് രാത്രി ചില ശൂലങ്ങൾ നിലനിൽക്കാൻ തന്നെ നിന്റെ കൃപ കൂട്ടിത്തരുന്ന ദൈവം. ചില പ്രതികൂലങ്ങൾ നിലനിൽക്കാൻ തന്നെ നിന്റെ ശുശ്രൂഷ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ചില പ്രതികൂലങ്ങൾക്കിടയിൽ കൂടെ നീ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മസന്തോഷത്തിലേക്ക് അല്ല നിന്നെ നയിക്കുന്ന ദൈവ കൃപ. ഇതിന് അർത്ഥം എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായി? ചില പ്രതികൂലങ്ങള്, ചില വേദനകൾ നിലനിൽക്കാൻ തന്നെ ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം എന്റെ കർത്താവ് നിന്നിൽ ഉടനീളം വ്യാപരിപ്പിക്കുക. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില പ്രതികൂലങ്ങള്, ചില ശാരീരിക വേദനകള്, ചില രോഗങ്ങള് മാറാതെ നിന്നെ പിന്തുടരുമ്പോഴും നിന്നെ ദൈവകൃപ നഷ്ടപ്പെടാതെ നാൾക്കുനാൾ കൃപ വർദ്ധിപ്പിക്കുന്ന എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനാൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ ചിലപ്പോഴൊരു രോഗിയായിരിക്കാം. സ്തോത്രം പറ. ആമേൻ. എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന അഭിഷക്തൻ ചിലപ്പോൾ ആശ്വാസം പ്രാപിക്കാത്തൊരു വിഷയത്തിന് അടിമയായിരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വാത്സല്യ സഹോദരി, എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ നിനക്ക് പേഴ്സണൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ അശുദ്ധയല്ല, നീ അഭിഷക്തനല്ലാതെ വരികയില്ല. ഈ രാത്രി അർത്ഥം മനസ്സിലാവുന്നുണ്ട്. നീ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ നിനക്ക് പലപ്പോഴും സഹിക്കാനാവാത്ത പ്രതികൂലം കാണും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ പ്രതികൂലം ഉള്ളത് കൊണ്ട് നീ അശുദ്ധനാകുകയില്ല. സ്തോത്രം. ഈ പ്രതികൂലം ശൂലം നിലനിൽക്ക തന്നെ എന്റെ കൃപ മതി എന്ന് പറഞ്ഞ പൗലോസിനെ നടത്തിയ ഒരു നല്ല കർത്താവിനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്ന സഹോദരിമാരെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾ നിനക്ക് പ്രതികൂലമാ. പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ മറുപടി കിട്ടാത്ത, നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത ചില വിഷയങ്ങളുടെ മുഖത്തായിരിക്കാം. അതുകൊണ്ട് നിനക്ക് കൃപയില്ലെന്ന് വിചാരിക്കരുത്. ആ ശൂലമുള്ളപ്പോൾ തന്നെ, ആ വിഷയമുള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി അതൂന്ന് മനസ്സിലായവർ എന്റെ ദൈവത്തെ സ്തുതിക്കുക. ആ കൃപ നീ അനുഭവിക്കുകയാ, ആ കൃപ നീ അനുഭവിക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ ഇന്ന് രാത്രി. ഹല്ലേലൂയ. വേദനയുടെ മധ്യത്തിലും കണ്ണുനീരിന്റെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന് അളവറ്റ കൃപ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ചുറ്റുപാടുകൾ മുഴുവൻ നിനക്ക് പ്രതികൂലമാകുമ്പോഴും എന്റെ നമ്മുടെ വീട്ടിന്റെ അകത്ത് നിന്റെ ആരാധന കൃപ കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന ദൈവം. ഭവനത്തിനുള്ളിൽ ചെന്നാൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, നീ രക്ഷിക്കപ്പെട്ട നിന്റെ സന്തോഷം തിരിച്ചറിയാത്ത കുടുംബാംഗങ്ങൾ, അതിന്റെ മധ്യത്തിൽ നിന്റെ കൃപയ്ക്ക് കുറവ് വരാതെ ആരാധനയിൽ നിന്നെ കൃപയിലേക്ക് നടത്തുന്ന എന്റെ ദൈവത്തിന്റെ പദ്ധതിക്കാൻ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വേണം ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും. സ്തോത്രം. ആമേൻ. നോഹയ്ക്ക് കൃപ ലഭിച്ചു. വിഷയത്തിലേക്ക് തിരിച്ചു വരിക. നോഹ പെട്ടകം പണിതു. എല്ലാവരോടും പറഞ്ഞു കയറ്. എന്തിനാ പെട്ടകം? പലക കൊണ്ടുണ്ടാക്കിയ പെട്ടകം, കീലും പശയും തേച്ച് ഭംഗിയാക്കിയ പെട്ടകം. കയറാൻ പറഞ്ഞു. അകത്തുകയറ്. എന്താ? പ്രളയം വരാൻ പോകുന്നു. ന്യായവിധിക്ക് വേണ്ടി ദൈവം അന്നയച്ചത് വെള്ളമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് രക്ഷപ്പെടാൻ പെട്ടകം മതിയായിരുന്നു. എന്നാൽ ഇന്ന് വെള്ളമല്ല വരാൻ പോകുന്നത്, തീയാണ്. ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു. സകല ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ താളടിയാകും. പെട്ടകത്തിൽ കയറിയാൽ രക്ഷപ്പെടില്ല. പലക കൊണ്ടുള്ള പെട്ടകം പോരാ, വിശ്വാസത്തിന്റെ പെട്ടകം പണിയണം.
ഈ രാത്രി ഹല്ലേലൂയ ഇതുവരെയുള്ള വാക്യങ്ങളെല്ലാം ഞാൻ കാണാതെ പറഞ്ഞെങ്കിൽ ഒരു വാക്യം വായിക്കണം. ആമേൻ. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇന്ന് രാത്രി ഒരാളെടുത്ത് വായിക്കാം. ഹല്ലേലൂയ. വേറൊരാൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വേറൊരാളെടുത്ത് വായിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 1:7. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഇന്ന് രാത്രി എല്ലാവരും ശ്രദ്ധിച്ചോ. വിശ്വാസത്തിന്റെ പരിശോധന. വേറെ ആൾ വാക്യം എടുത്താൽ വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം വാക്യം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ഇന്ന് രാത്രി എല്ലാവരും കൃപയാൽ എന്റെ കർത്താവിന്റെ പൈതലായി തീരുവാൻ നമുക്ക് ലഭിച്ച ഈ അവസരം വ്യർത്ഥമാകരുത്. ഹല്ലേലൂയ. തീക്കകത്തൂടാ നിന്നെ കടത്തിവിടുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു തീയാണ്. ഒരു പലക കൊണ്ടുണ്ടാക്കുന്ന പെട്ടകം കൊണ്ട് അവസാനിക്കുന്നതല്ല പദ്ധതി. ഇത് പുതിയ നിയമസഭ ഇന്ന് രാത്രി നിന്നെ മാടി വിളിക്കുകയാ. അകത്തേക്ക് വരുവാൻ വിശ്വാസത്തിന്റെ പരിശോധന, വിശ്വാസത്തിന്റെ തീച്ചൂട, നീ കടന്നു പോകുന്ന വഴികള് ഈ രാത്രി ദൈവാത്മ വെളിപ്പെടുത്തുകയാ. എല്ലാവരും വേദപുസ്തകം അടച്ചു വെക്കാം. അല്പസമയം ദൈവവചനത്തിന്റെ ചിന്തകൾ ആഴങ്ങളിലേക്ക് കടന്ന് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്ന ദിവസം വരികയാ. ഘോരമായൊരു നാളുണ്ട്. ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോൾ എരിയുമ്പോൾ ദൈവകോപ തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുത് എന്ന് പാട്ടുകാരൻ പാടിയത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക. രക്ഷിക്കപ്പെട്ടവർ, കൃപ ലഭിച്ചവർ കൃപയാൽ, പ്രവൃത്തിയാലല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രികാലം ആ കൃപ വ്യക്തമാക്കി കളയരുത്. ഒരു വലിയ ന്യായവിധി വരാൻ പോവുകയാ. റാസയും കടന്നെഴുന്നേൽപ്പും ഉരുളികമത്തും ചെണ്ടകൊട്ടും ഓട്ടവും ചാട്ടവും പൂത്തിരിയും കഥനാവിടിയും മെഴുകുതിരിയും ഈ ലോകത്തിൻ്റെതായ കർമ്മ മാർഗങ്ങൾ ഹല്ലേലൂയ നിന്നെ രക്ഷിക്കയില്ലെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ ലോകത്തിന്റെ നിന്റെ പദ്ധതികളൊന്നും നിന്നെ രക്ഷിക്കുകയില്ലെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ഇടപെടുക. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. ഇത് വിടുതലിന്റെ രാത്രിയാ. കൃപ ലഭിച്ചവർക്ക് ഇന്ന് രാത്രികാലം യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള രാത്രിയാ. ചൂള പോലെ കത്തുന്ന തീയുടെ ദിവസം വരികയാ. സകല ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ താളടിയായി പോകുന്ന ഒരു ദിവസം ഇതാ വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് പറയാ. എന്റെ കർത്താവിന്റെ പ്രിയങ്കരനാണ് ദാവീദ്. ദൈവത്തിന്റെ സന്നിധി ചെന്ന് ദാവീദ് പറഞ്ഞു. അവസാന ഭാഗമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവേ, ഞാൻ നിനക്കൊരു ആലയം പണിയട്ടെ. കർത്താവിന്റെ മറുപടി, വേണ്ട, നിന്റെ കൈ രക്തം ചൊരിയിച്ചിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ദാവീദ് ഹൃദയവേദനയോടെ ചെന്നിരുന്ന 51-ാം സങ്കീർത്തനം എഴുതി. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതി, കർത്താവേ, എന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഈ സോപ്പുണ്ടിനെ കഴുകണമേ. ആമേൻ. രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്നെ പുതുക്കണമേ. ദാവീദ് ഹൃദയവേദനയോടെ കണ്ണുനീര് കൊണ്ടൊരു സങ്കീർത്തനം എഴുതുക. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം. ആമേൻ. ഈ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആമേൻ സങ്കീർത്തനം എഴുതിയിട്ട് കർത്താവിന്റെ അടുത്തേക്ക് ചെന്ന ദാവീദ്, അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് വേദനയോടെ ഏറ്റു പറഞ്ഞിട്ട് കർത്താവിന്റെ അടുത്ത് ചെന്ന ദാവീദിനോട് കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെ ആയിരിക്കാം, നിന്റെ മകനെ കൊണ്ട് പണിയിക്കാം.